നമസ്കാരം. പ്രധാന വാർത്തകൾ. ജില്ലാ ആരോഗ്യ അദാലത്ത് മെയ് 10 പരാതികൾ 7 വരെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സമർപ്പിക്കും. വിൽക്കുറുപ്പ് മഹാസഭ സ്വയം സഹായ സംഘരംഗത്തേക്ക് കടന്നുവരണമെന്ന് പി ടി തോമസ് എം പി. അഖില കേരള അക്ഷരശ്ലോക മത്സരത്തോടെ അക്ഷരശ്ലോക കലാസമിതി 26ാം വാർഷികം ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലാ ആരോഗ്യ അദാലത്ത് മെയ് 10 IDA ഗ്രൗണ്ടിൽ നടക്കും. രാവിലെ 10 മന്ത്രി പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. പി ടി തോമസ് എം പി, MLA മാർ, ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കുള്ള പരാതികളാണ് അദാലത്തിൽ ഉന്നയിക്കാവുന്നത്. മെയ് 7 4 വരെ അതത് ആരോഗ്യ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള പെട്ടികളിൽ പരാതികൾ നിക്ഷേപിക്കാവുന്നതാണെന്ന് DMO PJ അലോഷ്യസ്, ഡോക്ടർ CP ജേക്കബ്, ഇൻഫർമേഷൻ ഓഫീസർ KR പ്രമോദ് എന്നിവർ പറഞ്ഞു. ജില്ലയിലെ ആരോഗ്യരംഗത്തെ പോരായ്മകളെ സംബന്ധിച്ച് പൊതുജനങ്ങളുടെ പരാതികൾ കേൾക്കാനും അവർക്ക് പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കാനുമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി നമ്മുടെ ജില്ലയിലേക്ക് എത്തുകയാണ്. മെയ് 10 ഇടുക്കി സ്റ്റേഡിയം ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ അദാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അന്നേ ദിവസമുള്ള ഒരു ഉദ്ഘാടന യോഗത്തിൽ നമ്മൾ ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ പി ജെ ജോസഫ് സാർ ഈ ഇനോഗ്രേഷൻ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം പൊതുജനങ്ങളിൽ നിന്നുള്ള പരാതികൾ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി കേട്ട് അവർക്കുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. പ്രധാനമായിട്ടും പൊതുജനാരോഗ്യ സ്ഥാപനങ്ങളുടെ അപര്യാപ്തത, ജീവനക്കാരുടെ പോരായ്മ, സേവനങ്ങളുടെ ഗുണനിലവാരം തുടങ്ങിയ കാര്യങ്ങളെ മുൻനിർത്തിയുള്ള പരാതികളാണ് അന്നേ ദിവസം കേൾക്കുന്നത്. പരാതി സ്വീകരിക്കുന്ന സംവിധാനം നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും. 1 മാസം മുമ്പ് തന്നെ പരാതിപ്പെട്ടിയ ആരോഗ്യ അദാലത്തുമായി ബന്ധപ്പെട്ട പരാതിപ്പെട്ടികൾ എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ വെക്കാത്ത സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇതെല്ലാം വെക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പരാതികൾ സ്വീകരിച്ച് ഈ മെയ് 7 തീയതി വരെ പരാതികൾ സ്വീകരിക്കുന്നതായിരിക്കും. അതിനുശേഷം 7 വൈകിട്ട് കൺസേൺഡ് മെഡിക്കൽ ഓഫീസറും ജില്ലാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണെങ്കിൽ അങ്ങനെ LSGയുടെ സ്ഥാപന മേധാവിയാണ് അവരുടെ സാന്നിധ്യത്തിൽ ഈ പരാതികൾ നോക്കി അവിടെ ലോക്കലായിട്ട് പരിഹരിക്കാവുന്ന പരാതികളാണെങ്കിൽ അവിടെ വെച്ച് പരിഹരിക്കുക. ഇല്ലെങ്കിൽ അത് പിറ്റേ ദിവസം 8 തീയതി ജില്ലാ ഓഫീസിലെത്തിക്കുകയും ജില്ലാ ഓഫീസിലെ DMO, DPM, ജില്ലാ കളക്ടർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരുടെ നേതൃത്വത്തിൽ ഈ പരാതി ഒന്നും കൂടെ പരിശോധിച്ച് ജില്ലാതലത്തിൽ നമുക്ക് പരിഹരിക്കാവുന്ന പരാതികൾ അവിടെ വെച്ച് പരിഹാരം ഉണ്ടാക്കുന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ പരിഹാരം നടക്കുന്നില്ലെങ്കിൽ, ജില്ലയ്ക്കുള്ളിൽ പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ അത് 10 തീയതി അദാലത്തിലെ ബഹുമാനപ്പെട്ട ഹെൽത്ത് മിനിസ്റ്റർ അത് അഡ്രസ് ചെയ്യുകയും വേണ്ട പരിഹാര നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ്. സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ചാൽ കേന്ദ്ര സർക്കാർ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ പ്രയോജനം വിൽക്കുറുപ്പ് മഹാസഭയ്ക്കും ലഭ്യമാക്കാൻ കഴിയുമെന്ന് പി ടി തോമസ് എം പി എന്ന നിലയിൽ തനിക്ക് ചെയ്യാൻ കഴിയുന്നത് എല്ലാം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. OBC ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള സംഘടനയുടെ പ്രധാന ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. വിൽക്കുറുപ്പ് മഹാസഭ ഇടുക്കി ജില്ലാ വാർഷിക സമ്മേളനം തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ, മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീജ ജയൻ, കൗൺസിലർ TS രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് KG രാജു അധ്യക്ഷനായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് തരുന്ന സ്വയം സഹായ സംഘങ്ങൾക്കുള്ള പണം വർദ്ധിച്ച പലിശയൊക്കെ വാങ്ങി ചില വലിയ വമ്പൻ സംഘടനകൾ അതിൻ്റെ പണം ഉപയോഗപ്പെടുത്തുന്നുവെന്നും പരാമർശിക്കുകയുണ്ടായി. അതിലെനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു സ്വയം സഹായ സംഘം ഉണ്ടായാൽ ഇതേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടാൻ എല്ലാ യോഗ്യതകളും നിങ്ങൾക്കും ഇതേ പലിശയ്ക്ക് ബാങ്കുകൾ ലോൺ തരാൻ തയ്യാറാണ്. കേന്ദ്ര ഗവൺമെൻറ് ആ കാര്യത്തിൽ കോടാനുകോടി രൂപയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് തീർച്ചയായും നിങ്ങളും ആ തരത്തിലുള്ള സംഘടന രൂപീകരിച്ചാൽ അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ആവശ്യമാണ്.
ഞാൻ മനസ്സിലാക്കിയിടത്തോളം സംസ്ഥാനത്ത് ഏകദേശം 6-7 ലക്ഷം ആളുകൾ, ഈ സമുദായത്തിൽപ്പെട്ട 6-7 ലക്ഷം ആളുകൾ സംസ്ഥാനത്തുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമുദായത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങളിൽ നിങ്ങൾ വെക്കുന്ന ചെറിയതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും MP എന്ന നിലയിൽ എൻ്റെ പറ്റുന്ന എല്ലാ സഹായവും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് മാത്രമേ ഞാൻ ഈ അവസരം പറയുള്ളൂ. ബാങ്കിംഗ് മേഖലയിൽ സ്ഥിരം ജോലികൾ ഔട്ട്സോഴ്സിംഗ് നടത്തുന്നതിനെതിരെ മെയ് 29-ന് പാർലമെന്റിലേക്ക് ബാങ്ക് ജീവനക്കാർ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ദേശീയ വൈസ് പ്രസിഡന്റ് AK വർഗീസ്. നിലവിലുള്ള താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നും ഒഴിവുകളിൽ നിയമനം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ തൊടുപുഴ റീജിയണൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂണിയൻ വൈസ് പ്രസിഡന്റ് AC ജോസ് അധ്യക്ഷനായിരുന്നു. PK ജബ്ബാർ, NP ജോസഫ്, അനീഷ് ജയൻ എന്നിവർ സംസാരിച്ചു. ഇവിടെ നമ്മൾ പ്രോഫിറ്റ് എന്നുള്ള ഹെഡിലേക്ക് വരുമ്പോൾ ബാങ്കിന്റെ പ്രോഫിറ്റ് അനൗൺസ് ചെയ്തതനുസരിച്ച് 8% നെറ്റ് പ്രോഫിറ്റിൽ കൂടുതൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. വേറെ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം 5.5% ഉണ്ടായിരുന്നെങ്കിൽ ഈ തവണ 3% കുറവാണ്. അപ്പൊ ബാങ്കിന്റെ പ്രോഫിറ്റ് യഥാർത്ഥത്തിൽ കുറവാണ്. നെറ്റ് പ്രോഫിറ്റ് 8% ബാങ്ക് കൂടുതൽ കാണിച്ചിട്ടുണ്ട്. അത് നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റ് അവൈലബിൾ ബാലൻസ് ഷീറ്റ് എന്ന നിലയ്ക്ക് അനലൈസ് ചെയ്യുമ്പോൾ ബാങ്ക് നിലവിൽ ലോൺ പോർട്ട്ഫോളിയോ അതായത് ലോൺ ലോസസിനും ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിൽ കൊടുത്തിരിക്കുന്ന പ്രൊവിഷൻ കുറച്ചിട്ടാണ് ഈ പറയുന്ന തരത്തിൽ 838 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് 8% കാണിച്ചിരിക്കുന്നത്. ലോൺ ലോസിൽ ഒരു 34 കോടി രൂപയും ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിൽ അലോട്ട്മെന്റ് നേരത്തെ നടത്തിയിരുന്നതിൽ നിന്ന് 37 കോടി രൂപ തിരിച്ചെടുത്തു ആണ് ബാങ്ക് ഒരു 71 കോടി രൂപ കൂടുതൽ കാണിച്ച് 777 കോടി ഉണ്ടായിരുന്ന നെറ്റ് പ്രോഫിറ്റ് 738 കാണിച്ചത്. നമ്മൾ അരിത്തമെറ്റിക് ആയിട്ട് നോക്കുമ്പോൾ 10 കോടി രൂപയുടെ കുറവാണ്. ഞാൻ ഈ പറഞ്ഞ 2 പ്രൊവിഷൻസ് കുറവ് കാണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം. കേരള വെള്ളാള മഹാസഭ വെങ്ങല്ലൂർ ഉപസഭയുടെ വാർഷിക സമ്മേളനവും കുടുംബസംഗമവും നടന്നു. മഹാസഭ വൈസ് പ്രസിഡന്റ് KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഉപസഭാ പ്രസിഡന്റ് PR സുന്ദരരാജൻ അധ്യക്ഷനായിരുന്നു. PV പുഷ്പാങ്കദൻ പിള്ള, തൊടുപുഴ കൃഷ്ണൻകുട്ടി, പൊന്നപ്പൻ പിള്ള, സുധാമ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. അതിലെ നമുക്കറിയാം 22 ലക്ഷത്തോളം വെള്ളാള മഹാസഭയുടെ അംഗങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. അപ്പൊ നമ്മള് എങ്ങനെ ചിന്തിച്ചാലും ഈ വെള്ളാള മഹാസഭയിൽപ്പെട്ട ആൾക്കാര് പരസ്പരം ഒരു ബന്ധങ്ങൾ എങ്ങനെയാണ് ഏതെങ്കിലും രീതിയിലാണ്. അത് വെള്ളാളമായ പ്രത്യേകതയാണ്. ഏത് ഭാഗത്ത് പോയാലും വെള്ളാള കുടുംബങ്ങളെ എടുത്തോളം എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിക്ക് ഈ കുടുംബാംഗങ്ങൾ തമ്മിൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിക്ക് ബന്ധങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ കുടുംബാംഗങ്ങളെ എന്ന് പറയാൻ കാരണം. ഇപ്പൊ നമുക്കറിയാം ഈ കാലഘട്ടത്തില് നമുക്കൊരു ഹൈന്ദവ ഏകീകരണത്തിന്റെ ആവശ്യം കൂടെ ഉയർന്നു വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഹൈന്ദവ ഏകീകരണം വേണ്ടത്? നമ്മളെ ഇപ്പോഴത്തെ സാഹചര്യം പഠിച്ചാൽ അല്ലെങ്കിൽ പരിശോധിച്ചാൽ നമുക്കറിയാം നമ്മുടെ ഏതാണ്ട് 100 കണക്കിന് സ്കൂളുകളും എന്നാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് വരെ ഹൈന്ദവരുടെ കൈയായിട്ട് നമ്മൾ വിട്ടുകൊടുത്തു. ഇന്ന് നമ്മൾ ഇന്ന് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി നമ്മൾ ഓടിപ്പാട് നടക്കുകയാണ്. മനുഷ്യ ശരീരമാണ് യഥാർത്ഥ ക്ഷേത്രമെന്ന ഭാരതീയ സങ്കല്പത്തിന് അനുസരണമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ഡയറക്ടർ ഡോക്ടർ N. ഗോപാലകൃഷ്ണൻ. ഭാരതീയ സംസ്കാരവും പരമ്പരാഗത ഭക്ഷണരീതിയും എന്ന വിഷയത്തെ അധികരിച്ച് തൊടുപുഴ ആർട്ട് ഓഫ് ലിവിംഗ് സെന്ററിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ഉപകരണമാണ്. ആ ഉപകരണമായ ശരീരത്തെ ഭാരതീയര് ക്ഷേത്രം എന്നാ പറയാ. ഈ ശരീരം പാപി എന്ന് വിളിക്കാറില്ല ഭാരതീയര്. ഓ സിന്നേഴ്സ് എന്ന് വിളിക്കാറില്ല. അല്ലയോ പാപികളെ എന്ന് വിളിക്കാറില്ല. എന്താ കാരണം അറിയോ? ഒരമ്പലത്തില് പരമാത്മാവ് കുടികൊള്ളുന്നത് കൊണ്ട് ആ അമ്പലത്തെ നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്നു. ആ പരമാത്മാവിന്റെ ഒരംശമാണ് ജീവാത്മാവ്. കടല് പരമാത്മാവാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ കടലിൽ നിന്ന്
ഒരു കുടത്തില് വെള്ളമെടുത്താൽ ആ കുടത്തിലുള്ള വെള്ളവും കടൽ വെള്ളവും ഒന്ന് തന്നെയാണ്. പക്ഷേ കുടം കടലല്ല, കടല് കുടവുമല്ല. അർത്ഥം മനസ്സിലാവുന്നുണ്ട്? ഈ പരമാത്മ ചൈതന്യം പോലെ പ്രപഞ്ചത്തിൽ വ്യാപിച്ചു കിടക്കുന്ന, ഭൂമിയിൽ വ്യാപിച്ചു കിടക്കുന്ന ആ കടല് പരമാത്മാവാണെന്ന് വിചാരിച്ചാൽ ആ കടലിൽ നിന്ന് ഒരു കുടത്തിൽ വെള്ളമെടുത്താൽ ആ കുടത്തിനകത്തുള്ള ചൈതന്യം കടലിലെ വെള്ളം തന്നെ ആയതുകൊണ്ട് ഒരേ ചൈതന്യമാണ്. ഇപ്പൊ പരമാത്മാവ് കുടികൊള്ളുന്ന ആലയം, ദേവാലയം, ക്ഷേത്രം, അതിൻ്റെ തന്നെ അംശമായ ജീവാത്മാവ് കുടികൊള്ളുന്ന ഈ ശരീരവും ക്ഷേത്രം എന്നാണ് ഭഗവത്ഗീതയിൽ പറയാം. തൊടുപുഴ അക്ഷരശ്ലോക കലാസമിതി 26ാം വാർഷികത്തോടനുബന്ധിച്ച് അഖില കേരള അക്ഷരശ്ലോക കാവ്യകേളി മത്സരം സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ടൗൺ ഹാളിലായിരുന്നു മത്സര പരിപാടി. 4 ഇനങ്ങളിലായി നടന്ന മത്സരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. അക്ഷരശ്ലോക കലാസമിതിയുടെ വാർഷിക സമ്മേളനം കവി NK ദേശം ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ് അധ്യക്ഷനായിരുന്നു. പ്രൊഫസർ MT ജോസഫ്, N മോഹനൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. അക്ഷരശ്ലോകത്തിന്റെ ലോകചരിത്രത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു പേരാണ്. താൻ പഠിപ്പിച്ച കുട്ടിക്ക് സംസ്ഥാന മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടിയപ്പോൾ ഈ കുട്ടിക്ക് അല്ല അർഹത, മറ്റേതോ കുട്ടിക്കാണ്. എന്റെ കുട്ടി അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് പണം എടുത്ത് എഴുതി കൊടുത്ത് ആ കുട്ടിക്ക് എതിരെ പരാതി കൊടുത്ത ആളാണ് വേദാമോദരൻ. ഇങ്ങനെ മത്സരത്തിൽ സ്വന്തം ശിഷ്യയ്ക്ക് അല്ലെങ്കിൽ മകൾക്ക് കിട്ടിയ സമ്മാനം നിഷേധിക്കാൻ ധൈര്യവും സത്യസന്ധതയുമുള്ള ഒരു രക്ഷകർത്താവോ അധ്യാപകനോ നമ്മുടെ നാട്ടിൽ തീർച്ചയായിട്ടും ഇല്ല. വേറെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കേട്ടിട്ടില്ല. അതേസമയത്ത് യുവജനോത്സവ വേദികളിൽ അതിന്റെ അടിയറകളിൽ നടക്കുന്ന അഴിമതി, അക്രമം, അനീതി, വ്യഭിചാരം ഇതൊക്കെ എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം. മത്സരിക്കുന്ന കുട്ടിയെ ജഡ്ജിമാർ താമസിക്കുന്ന ഹോട്ടലിൽ മുറിയിലാക്കി കൊണ്ടുപോകാൻ വഴിയില്ലാത്ത അമ്മമാര് ഇപ്പോൾ ഉണ്ട്. ഞാൻ പണ്ട് വായിച്ചൊരു കവിത എനിക്ക് ഓർമ്മ വരുന്നു. പോയ മനസ്സിലെഴുതിയ കവിത, ഗുരുവായൂർ വൈശാഖം എന്നാണ് കവിതയുടെ പേര്. മുറിയിൽ മകളെയും 4 പേരെയുമാക്കി പുറമേ ഇരിക്കുന്നു ഹോട്ടലിലേതോ തട. ഇത് ഗുരുവായൂർ വൈശാഖത്തിന് വ്യഭിചാരത്തിന് എത്തുന്ന സ്ത്രീകളെ കുറിച്ചോ നമ്മുടെ യുവജനോത്സവത്തിന് എത്തുന്ന അച്ഛനമ്മമാരെ കുറിച്ചോ വിദ്യാർത്ഥിനികളെ കുറിച്ചോ ഒന്നും എനിക്കിപ്പോൾ സംശയിക്കുന്നു. KPMS ഓളമറ്റം ശാഖയുടെ കുടുംബ സംഗമം നടന്നു. സംഗമം SC/ST സംയുക്ത സമിതി ജില്ലാ സെക്രട്ടറി CR ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി സാബു കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ശാഖാ പ്രസിഡന്റ് PK മോഹനൻ അധ്യക്ഷനായിരുന്നു. വിവിധ വിഷയങ്ങളെ അധികരിച്ച ക്ലാസും നടന്നു. വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികൾ നയിക്കേണ്ട കാര്യങ്ങളും സംഘടനാപരമായിട്ട് നമ്മൾ നയിക്കേണ്ട കാര്യങ്ങളും എല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ള ക്ലാസുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇന്ന് കുടുംബ സംഗമം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വളർന്നു വരുന്ന വിദ്യാർത്ഥികളിലേക്ക് ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ പല അസാത്മികമായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അതിൽ നിന്നെല്ലാം നമ്മുടെ കുട്ടികളെ പിന്തിരിപ്പിക്കുവാനും അത് ഏതെല്ലാം നൂതന മാർഗങ്ങളിലൂടെ നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തണം എന്നൊക്കെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ക്ലാസ് തന്നെ ഉച്ചകഴിഞ്ഞ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ
എല്ലാ അംഗങ്ങളും പുലർമഹാസഭയിൽ അംഗങ്ങളായിട്ടുണ്ട് അല്ലാതെ ഈ സംഘടന എന്താണെന്നോ അതിന്റെ ഉത്ഭവം എങ്ങനെയാണെന്നോ ഇതിന് വ്യക്തമായ ഒരു ഭരണഘടന എഴുതപ്പെട്ടിട്ടുണ്ട്. ആ ഭരണഘടനയിൽ എന്തൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നോ ഒരു ഏതാണ്ട് 80% വരുന്ന അംഗങ്ങൾക്ക് നിലവിൽ നിന്ന് വരെ അറിയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ കുടുംബ സംഗമത്തിലൂടെ അതെന്താണെന്ന് മനസ്സിലാക്കുവാനുള്ള പ്രത്യേക ക്ലാസുകളാണ് നമ്മൾ ഇന്ന് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ ആരോഗ്യ അദാലത്ത് മെയ് 10 പരാതികൾ 7 വരെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സമർപ്പിക്കും. വിൽക്കുറുപ്പ് മഹാസഭ സ്വയം സഹായ സംഘരംഗത്തേക്ക് കടന്നുവരണമെന്ന് പി ടി തോമസ് MP. അഖില കേരള അക്ഷരശ്ലോക മത്സരത്തോടെ അക്ഷരശ്ലോക കലാസമിതി 26ാം വാർഷികം ആഘോഷിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.